എല്ലാവർക്കും KSR ക്ലാസിൻ്റെ 15ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ TA-യുടെ വിവിധ ഡിവിഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. അത് ഓരോന്നും എടുത്ത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആദ്യം പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് എന്താണ്? പെർമനൻറ്റ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് ഇതിന് എലിജിബിലിറ്റി, എന്തൊക്കെയാണ് ഇതിൻ്റെ നിയമവ്യവസ്ഥകൾ, ഇത് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു ഓഫീസറുടെ നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് അതെല്ലാ ഓഫീസേഴ്സിൻ്റെയും ഒരുപോലെ ആയിരിക്കില്ല. നിങ്ങൾക്കറിയാം നേച്ചർ ഓഫ് ഡ്യൂട്ടീസ്. ചില ഓഫീസേഴ്സിന് ഓഫീസിൽ ഇരുന്ന് 10 to 5 ഓഫീസ് ഡ്യൂട്ടീസ് മാത്രമായിരിക്കും. ചില കാറ്റഗറി ഓഫ് ഓഫീസേഴ്സിന് ഓഫീസ് ഡ്യൂട്ടിയേക്കാൾ അധികം ഫീൽഡിലായിരിക്കും. നിരന്തരമായിട്ട് ഫീൽഡിൽ പോകേണ്ടി വരും. യാത്രകൾ, തൻ്റെ അധികാര പരിധിക്കകത്ത് യാത്രകൾ നടത്തേണ്ടി വരും. നിങ്ങളിപ്പോൾ ഒരു താസിൽദാർ എന്നൊരു പോസ്റ്റ് സങ്കല്പിക്കുക. താസിൽദാർ എന്നൊരു പോസ്റ്റിന് 10 to 5 10 മണിക്ക് ഓഫീസിൽ വന്ന് 5 മണിക്ക് കൃത്യം 5 മണിക്ക് ഓഫീസിൽ നിന്ന് എഴുന്നേറ്റ് പോകാവുന്ന ഒരു നേച്ചർ ഓഫ് ഡ്യൂട്ടി അല്ലല്ലോ താസിൽദാർ എന്ന ഒരു പോസ്റ്റ് ഉണ്ടാവുക. തൻ്റെ താലൂക്കിൽ എപ്പോഴൊക്കെ താസിൽദാർ സാന്നിധ്യം ആവശ്യമായി വരുന്നുവോ അവിടെയൊക്കെ അദ്ദേഹം എത്തേണ്ടതായിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടും ഒരു കലാമിറ്റി ഉണ്ടായി, ഒരു അപകടം സംഭവിച്ചു, ഒരു ഫ്ലഡ് സംഭവിച്ചു, മറ്റെന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു, ഒരു സൂയിസൈഡ് സംഭവിച്ചു. അതിർത്തി എന്ത് ഇപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങളാണെങ്കിലും ആക്സിഡൻസ് ആണെങ്കിലും യാദൃച്ഛികമായി ഉണ്ടാകുന്ന മറ്റെന്ത് സംഭവങ്ങളാണെങ്കിലും മിക്കവാറും താസിൽദാർ ആ സ്ഥലത്ത് എത്തേണ്ടി വരും. ഇനി അതല്ല, എന്തെങ്കിലും എൻക്രോച്ച്മെന്റിന്റെ കാര്യമാണെങ്കിൽ, അല്ല അതിർത്തി കയ്യേറ്റം, സർക്കാർ ഭൂമി കയ്യേറി, സർക്കാർ ഭൂമി അതിക്രമിച്ച് കയറി കുടിൽ വെച്ച് കെട്ടി, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ്, സർവേയുമായി ഇപ്പൊ പറയണ്ട എന്തൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും, അതൊക്കെ അവിടെയൊക്കെ തൻ്റെ താലൂക്കിലകത്ത് വരുന്ന ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ താസിൽദാർ അവിടെ ഇടപെടണം. ചുരുക്കി പറഞ്ഞാൽ തൻ്റെ അധികാര പരിധിക്കകത്ത് നിരന്തരമായി യാത്രകൾ ചെയ്യേണ്ടി വരുന്ന ഒരു കാറ്റഗറി ഓഫ് ഓഫീസർ ആണ് തഹസിൽദാർ എന്നുള്ളത്. തഹസിൽദാർ മാത്രമല്ല, സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയാൽ അറിയാം. ഹെൽത്ത് ഇൻസ്പെക്ടർ, ഹെൽത്ത് വിസിറ്റേഴ്സ്, ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെയുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസേഴ്സിന്, എങ്ങനെയുള്ള ഓഫീസേഴ്സിന്, ദോസ് ഓഫീസേഴ്സ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ എക്സ്പാൻസ് ബിയോണ്ട് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ്. ആ സെന്റൻസ് പ്രത്യേകം ഓർക്കണം. PTA ആർക്കാ കിട്ടുക? എല്ലാ ഓഫീസേഴ്സിനും എലിജിബിൾ ആണോ? അല്ല. Those officers, as a nature of their duty, has to travel frequently within their jurisdiction. തൻ്റെ അധികാര പരിധിക്കകത്ത് പലപ്പോഴും യാത്രകൾ നടത്തേണ്ടി വരുന്ന ഓഫീസേഴ്സിന്. ഇനിയോ ആ അധികാര പരിധി, ദാറ്റ് jurisdiction expands beyond his ഹെഡ് ക്വാർട്ടർ. അദ്ദേഹത്തിൻ്റെ ഹെഡ് ക്വാർട്ടർ ഉണ്ടല്ലോ, 8 കിലോമീറ്റർ ചുറ്റളവാണല്ലോ ഹെഡ് ക്വാർട്ടർ. ആ ഹെഡ് ക്വാർട്ടറിനേക്കാൾ അപ്പുറത്തേക്ക് വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഈ താസിൽദാർ അധികാര പരിധി. ഒരു താലൂക്കിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 8 സ്ക്വയർ കിലോമീറ്റർ ആവുമോ? എവിടെ വെച്ച് ഒരു റൗണ്ട് വരച്ചാലും 8 സ്ക്വയർ കിലോമീറ്റർ റൗണ്ട് വരച്ചാൽ അതിനകത്ത് ഒരു താലൂക്ക് ഒതുങ്ങില്ല, അതിലപ്പുറം ഉണ്ടാവും. അപ്പോൾ അധികാര പരിധി എവിടെ ഒതുങ്ങുന്നില്ല? ഹെഡ് ക്വാർട്ടറിനകത്ത് ഒതുങ്ങുന്നില്ല. തൻ്റെ ഹെഡ് ക്വാർട്ടറിനകത്ത് അധികാര പരിധി ഒതുങ്ങാത്ത ജീവനക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല അവർക്ക്
ഡ്യൂട്ടിയുടെ ഭാഗമായി നിരന്തരമായി അധികാരപരിധിക്കുള്ളിൽ ജൂറിസ്ഡിക്ഷനകത്ത് ട്രാവൽ ചെയ്യേണ്ടി വരുന്നവർ അവർക്കാണ് എന്ത് ഈ PTA പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. So PTA is eligible to those officers who want to travel within their jurisdiction frequently as a part of their duty, and also the jurisdiction expands beyond their headquarters. അതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി, PTA ലഭിക്കുന്നതിനുള്ള എലിജിബിലിറ്റി. ഇനി മറ്റ് ടൂർ TA പോലെ പ്രത്യേകം ബില്ലെഴുതി തയ്യാറാക്കി പ്രത്യേകം ഫണ്ട് വരാൻ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. PTAക്ക് ഇങ്ങനെയുള്ള PTA ക്ലെയിം ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ പേ ബിൽ എടുത്തു നോക്കിയാൽ അതിൽ ഒരു അഡീഷണൽ കോളവും കൂടി ഉണ്ടാവും. അത് PTA എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. PTA നമ്മൾ പേ DA HRA എന്നൊക്കെ കോളം ചെയ്തിട്ടുള്ള ബില്ലുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. PTA വാങ്ങിക്കുന്ന ഓഫീസേഴ്സ് ആണെങ്കിൽ അതിൽ ഒരു കോളം കൂടി ഉണ്ടാവും. അത് PTA എന്നാണ്. അപ്പോൾ PTA പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് ആർക്കുള്ളതാണ്? പറഞ്ഞ ഓഫീസേഴ്സിന്. അതെങ്ങനെ ക്ലെയിം ചെയ്യാം? ഷാൽ ബി ക്ലെയിംഡ് എലോങ് വിത്ത് ദ സാലറി. സാലറിയോടൊപ്പം, അതിന് വേറെ ബില്ല് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് സാലറിയോടൊപ്പം ക്ലെയിം ചെയ്യാം. ഇനി ഇത് ഇങ്ങനെ ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓഫീസറുടെ ഭാഗത്തു നിന്ന് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. എന്താ? ഈ PTA അലൗ ചെയ്യുന്ന GOയിൽ ഗവൺമെന്റ് ഓർഡർ, ഒരു ഗവൺമെന്റ് ഉത്തരവ് പ്രകാരമാണ് ഒരു പോസ്റ്റിന് PTA സാങ്ഷൻ ആവുക. അതിൽ പറഞ്ഞിട്ടുണ്ടാവും മിനിമം ഇത്ര ദിവസം അദ്ദേഹം ട്രാവൽ ചെയ്തിരിക്കണം. സാധാരണഗതിക്ക് 15 days എന്നാണ് ഉണ്ടാവുക. 15 ദിവസം. 15 ദിവസം അദ്ദേഹം തൻ്റെ ജൂറിസ്ഡിക്ഷനിൽ അധികാര പരിധിക്കകത്ത് യാത്രകൾ പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ PTA കിട്ടാൻ വേണ്ടി യാത്ര ചെയ്യലല്ല പറയണത്, യാത്രകൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരിക്കണം. മാസത്തിൽ 15 ദിവസമെങ്കിലും. ഇങ്ങനെയുള്ള ഓരോ യാത്രയിലും മിനിമം 6 hours എങ്കിലും ഈ അധികാര പരിധിയിൽ യാത്ര എങ്ങോട്ടാണോ യാത്ര പോയത് ആ സ്റ്റേഷനിൽ ഈ യാത്രയ്ക്ക് വേണ്ടി 6 മണിക്കൂറെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടാവണം. അല്ലാതെ 10 മണിക്ക് ഓഫീസിൽ വന്നു, 11 മണിക്ക് സൈറ്റിൽ പുറത്തു പോയി, 12 മണിക്ക് തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അത് PTA ക്ലെയിം ചെയ്യാനുള്ള ഒരു യാത്രയായിട്ട് കണക്കാക്കില്ല. അന്ന് യാത്ര പോയിട്ടില്ല എന്നേ കണക്കാക്കുള്ളൂ. 15 യാത്രകളിൽ ഒരു യാത്രയായിട്ട് അന്നത്തെ യാത്ര പരിഗണിക്കില്ല. അപ്പോൾ 15 ദിവസം മിനിമം ഒരു മാസത്തിൽ യാത്രകൾ ചെയ്തിരിക്കണം. ഇങ്ങനെ ചെയ്ത യാത്രകളിൽ മിനിമം 6 മണിക്കൂറെങ്കിലും അദ്ദേഹം ഔട്ട് സ്റ്റേഷനിൽ ചിലവഴിച്ചിട്ടുണ്ടാകണം. ഈ 2 കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ ആ മാസത്തെ ഫുൾ PTA അദ്ദേഹത്തിന് ലഭിക്കുള്ളൂ. ഫുൾ PTA ലഭിക്കണമെങ്കിൽ മിനിമം 15 days he has to perform minimum 15 days tour within his jurisdiction, and in each tour or in each travel he should spend at least 6 hours at the outstation. ഈ 2 കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്താൽ during that month he is eligible for full PTA. എന്താണോ അദ്ദേഹത്തിന് അലൗ ചെയ്തിരുന്ന PTA അത് മുഴുവൻ അദ്ദേഹത്തിന് വാങ്ങാം. സപ്പോസ് ഒരു മാസം അദ്ദേഹത്തിന് ഇത്രയും യാത്രകൾ ചെയ്യേണ്ടി വന്നില്ല. 12 ദിവസം, വെറുതെ ഫോർ എക്സാമ്പിൾ 12 ദിവസമാണ് അദ്ദേഹത്തിന് ഒരു മാസം യാത്ര ചെയ്യേണ്ടി വന്നത്. 12 ദിവസം മാത്രമേ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിരുന്ന PTA എമൗണ്ട് നമുക്ക് സങ്കല്പിക്കാം വെറുതെ 600 rupees ആണ്. 600 രൂപയാണ് അദ്ദേഹത്തിന്റെ ഒരു മാസത്തെ PTA എന്ന് സങ്കല്പിക്കാം. എത്ര ദിവസം യാത്ര ചെയ്യാനാണ് ആ GOയിൽ പറഞ്ഞിട്ടുള്ളത്? 15 ദിവസത്തെ യാത്രയ്ക്കാണ് ഈ 600 രൂപ അദ്ദേഹത്തിന് അലോട്ട് ചെയ്തിട്ടുള്ളത്. 15 ദിവസത്തേക്ക് 600 രൂപ. പക്ഷേ ഒരു മാസം അദ്ദേഹം യാത്ര ചെയ്തത് 12 ദിവസം മാത്രമേ യാത്ര ചെയ്തിട്ടുള്ളൂ.
ചോദിച്ച ക്വസ്റ്റ്യനാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. The PTA of an officer is 600 with a limitation of 15 days of traveling within his jurisdiction. During a month he travelled only for 12 days. What would be the PTA that can be given to him for that month? ആ മാസം അദ്ദേഹത്തിന് കൊടുക്കാവുന്ന PTA എത്രയായിരിക്കും? ഇത് ഇത്ര വലിയൊരു കഥയൊന്നുമല്ല, ഒരു 7ാം ക്ലാസ് സ്റ്റാൻഡേർഡിലുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണത്. നിയമമേ നമുക്കറിയണ്ടു, അത് ചെയ്യുന്ന വിധം നമുക്ക് അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. 15 ദിവസത്തേക്ക് 600 രൂപ, അപ്പൊ 12 ദിവസത്തേക്ക് എത്ര രൂപ? അതാണ് 600 ഡിവൈഡ് ബൈ 15 into 12 എത്രയാ കിട്ടുക? അതാണ് ആ മാസത്തെ അദ്ദേഹത്തിന്റെ PTA. ഇതിന്ന് ക്വസ്റ്റ്യൻ വരും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ പ്രോബ്ലം വന്നിട്ടുണ്ട്. ഇങ്ങനെ പ്രോബ്ലം വന്നപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ചിൽ വളരെ കൃത്യമായിട്ട് നിയമങ്ങളൊക്കെ അറിയുന്ന, പഠിക്കുന്ന, ഇതൊക്കെ കൃത്യമായിട്ട് വ്യത്യസ്തമാക്കുന്ന കുറേ പേരുണ്ട്. അതിൽ 1-2 പേര് ഈ ക്വസ്റ്റ്യൻ തെറ്റിച്ചു. എന്തുകൊണ്ട് തെറ്റിച്ചു? ഓവർ കോൺഫിഡൻസ് കൊണ്ട് തെറ്റിച്ചു. എന്തായിരുന്നു അവരുടെ ഓവർ കോൺഫിഡൻസ്? ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചില്ല. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്ത്? ആദ്യം പറഞ്ഞു നോക്കിയതുപോലെ തന്നെ PTA of an officer is 600, number of days fixed is 15, number of days traveled is 12. What would be the amount recovered from his PTA during that month? എന്നായിരുന്നു. ഇവരെന്ത് വിചാരിച്ചു? What would be the amount sanctioned to him during that month എന്നാകും ക്വസ്റ്റ്യൻ എന്ന് ക്വസ്റ്റ്യനെ കുറിച്ചൊരു മുൻവിധി ഉണ്ടാക്കി ഇവർക്ക്. കാരണം കൃത്യമായിട്ട് അറിയാം അവർക്ക് ഇതെന്താ ചെയ്യേണ്ടതാണത്. 15 ദിവസത്തേക്ക് 600 രൂപ. അപ്പോൾ 600 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 12 എത്രയാണ് കിട്ടുക? അതാണ് 12 ദിവസത്തേക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന എമൗണ്ട്. അതല്ലായിരുന്നു ചോദ്യം. എത്ര രൂപയാണ് ഇതിൽ നിന്ന് പിടിച്ചു വെക്കേണ്ടത് എന്നായിരുന്നു ചോദ്യം. പലരും എന്തെഴുതി? കൊടുക്കേണ്ട തുക എഴുതി. ചോദ്യം എന്തായിരുന്നു? കൊടുക്കേണ്ട തുക അല്ലായിരുന്നു, റിക്കവർ ചെയ്യേണ്ട തുകയായിരുന്നു. അതാ പറഞ്ഞത്, ഓവർ കോൺഫിഡൻസ് കൊണ്ടും ചിലപ്പോൾ നമുക്ക് മാർക്ക് പോകാം എന്ന്. അതും പാടില്ല. അപ്പോൾ പറഞ്ഞെന്താ? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം എന്ന് ഓരോ സന്ദർഭം വരുമ്പോഴും പറയുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? 15 ദിവസം പോകാൻ പറഞ്ഞാൽ 15 ദിവസം പോകേണ്ടി വന്നില്ല നിൽക്കുക. എത്ര ദിവസമാണോ പോവാതെ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് മൈനസ് ചെയ്യും. ഫുൾ എമൗണ്ട് ആ മാസം കിട്ടില്ല. ഇനി ഇതല്ലാതെ PTA ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ എന്തൊക്കെയാ? ഇതല്ലാതെ അതൊക്കെ ഇമ്പോർട്ടൻ്റാ. ഇതല്ലാതെ PTA ക്ലെയിം ചെയ്യാൻ പറ്റാത്ത സന്ദർഭങ്ങൾ എന്തൊക്കെയാണ്? ഒരു മാസം അദ്ദേഹം ഓഫീസിലില്ല, ലീവല്ല, ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 days ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. 10 days ട്രെയിനിങ്ങിന് അദ്ദേഹം തിരുവനന്തപുരത്ത് പോയിരിക്കുകയാണ്. അതല്ലെങ്കിൽ കോഴിക്കോട് IMC-യിൽ എവിടെയോട്ടെ ആയിക്കോട്ടെ ട്രെയിനിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ ആ 10 ദിവസം അദ്ദേഹം ഓഫീസിലില്ല. എന്നാൽ ലീവിലാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആ മാസം അദ്ദേഹത്തിന് ഫുൾ എമൗണ്ട് വാങ്ങിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിൻ്റെ നിയമം എന്താണ്? അങ്ങനെ ഫുള്ളായിട്ട് ഓഫീസിൽ ഇല്ലാത്ത ദിവസങ്ങൾ ഐദർ ഡ്യൂ ടു ഹിസ് പേഴ്സണൽ അഫയേഴ്സ് ഓർ ഡ്യൂ ടു എനി അതർ ഒഫീഷ്യൽ മാറ്റേഴ്സ്, ഓഫീസിൽ എത്ര ദിവസം വന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ നമ്പർ ഓഫ് ഡേയ്സ് സ്വയം അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. ഏതുപോലെ? ഒരു ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യുന്നത് പോലെ. 20 ദിവസമേ ഒരു മാസം അദ്ദേഹം ഓഫീസിൽ വന്നിട്ടുള്ളൂ. ബാക്കി 10 ദിവസം അദ്ദേഹം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു. സ്വന്തം ആവശ്യങ്ങൾക്കായാലും ശരി, വേറെ ട്രെയിനിങ് ആയാലും ശരി, ഇവിടെ അദ്ദേഹത്തിന്റെ ജൂറിസ്ഡിക്ഷനിൽ അദ്ദേഹം ഇല്ല, ഓഫീസിലില്ല. 10 ദിവസം, 20 ദിവസമേ ഉള്ളൂ. അങ്ങനെയായാൽ നാച്ചുറലി ആ മാസം അദ്ദേഹം പോകേണ്ട ദിവസങ്ങളുടെ എണ്ണം 10 ഓട്ടോമാറ്റിക്കായിട്ട് ചുരുക്കപ്പെടും. 10 ദിവസം പോയാൽ മതി. പിന്നെ അങ്ങനെ 10 ദിവസം പോയാൽ ഈ 600 രൂപ കിട്ടുമോ? ഇല്ല, അതും ചുരുങ്ങും. എങ്ങനെ ചുരുങ്ങും? 600 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 10 എത്രയാണോ അതാണ് ആ മാസത്തെ അദ്ദേഹത്തിൻ്റെ PTA. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എത്ര, അതായത് 30 ദിവസങ്ങൾക്കാണ് 15 ദിവസം അദ്ദേഹം പോകേണ്ടത് പുറത്ത്. 30:15 ആണ്. ഓരോ 2 ദിവസങ്ങൾക്കും 1 ദിവസം
അദ്ദേഹം സ്റ്റേഷനിൽ ഔട്ട് ഓഫ് സ്റ്റേഷനിൽ പോകണം, അദ്ദേഹത്തിൻ്റെ ഔട്ട് ഓഫ് ഓഫീസിൽ പോകണം, ജൂറിസ്ഡിക്ഷനിൽ പോകണം. ഒരു ദിവസം ഓഫീസ്, ഒരു ദിവസം അധികാരപരിധി, ഒരു ദിവസം ഓഫീസ്, ഒരു ദിവസം അധികാരപരിധി. അതാണ് 30:15. ഈ 30 ദിവസത്തിൽ ഒരു ദിവസം 10 ദിവസം അദ്ദേഹം ഓഫീസിലില്ല. അപ്പൊ എന്തായി? ബാക്കി 20 ഉള്ളൂ. അപ്പോ 1:1, 1:1 അങ്ങനെ വരുമ്പോ എത്ര ദിവസമേ പോകണ്ടു? 10 ദിവസമേ പോകണ്ടു. 20 ദിവസം. ആ 20 ദിവസത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? എനിക്ക് PTA കുറയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ആ 20 ദിവസത്തിൽ 15 ദിവസം അദ്ദേഹം പോയി. അത് കുറച്ചിട്ടില്ല. 15 ദിവസം അദ്ദേഹം ജൂറിസ്ഡിക്ഷനിൽ പോയി. എന്തിനു വേണ്ടിയിട്ട്? ഫുൾ എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. കിട്ടുമോ? കിട്ടില്ല. എന്താ കാരണം? ഓഫീസിൽ വന്ന ദിവസങ്ങൾക്കനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ ഓഫ് ഡേയ്സും എമൗണ്ട് ഓഫ് PTA ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. ഇതുമായി അഡ്ജസ്റ്റ് ചെയ്യപ്പെടും. 20 ദിവസമേ ഉള്ളൂ. അപ്പോൾ PTA എന്തായി? നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ട്രാവലിംഗ് എന്തായി? 10 കുറഞ്ഞു. അപ്പോൾ PTA എമൗണ്ട് എന്തായി? 10 ദിവസത്തേക്ക് എത്രയാണോ അതേ കിട്ടുള്ളൂ എന്നായി. അത്രയാൾക്ക് മാക്സിമം ആ മാസം കിട്ടുള്ളൂ. ആ മാസം അയാൾ 12 ദിവസം പോയി വിചാരിക്കുക, 13 ദിവസം പോയി വിചാരിക്കുക. 20 ദിവസം ഉണ്ട്, ഓഫീസിലുണ്ടല്ലോ. 12 ദിവസം പോയി. 12 ദിവസത്തിന് കണക്കായി കൊടുക്കുവോ? കൊടുക്കില്ല. മാക്സിമം 10 കൊടുക്കുള്ളൂ. മാക്സിമം 10 കൊടുക്കുള്ളൂ. ഇനി 8 ദിവസമേ പോയിട്ടുള്ളൂ ചാലോ. അപ്പൊ 8 ദിവസമല്ലേ കൊടുക്കും. നേരത്തെ പറഞ്ഞ മാതിരി 8 ദിവസങ്ങളിൽ കൊടുക്കും. ഇതൊന്ന് ചിന്തിക്കണം നിങ്ങൾ. പല പ്രാവശ്യം ഇത് കേൾക്കേണ്ടി വരും. ഇത് ചിന്തിക്കണം. അത് കുറച്ച് സർവീസ് ഉള്ളവർക്കൊന്നും പ്രശ്നമില്ല, ഇതുമായി കൈകാര്യം ചെയ്യുന്നവർക്കും പ്രശ്നമില്ല. അല്ലാത്തവർ, ഓഫീസ് ഡ്യൂട്ടിയുമായി ബന്ധമില്ലാത്തവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പക്ഷേ 1-2 പ്രാവശ്യം ഇത് വീണ്ടും വീണ്ടും ഒന്ന് കേൾക്കേണ്ടി വരും, ഒന്ന് മനസ്സിലിട്ട് ആലോചിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. മാക്സിമം 15 ദിവസം. അതിന് 30 ദിവസം മന്തിൽ 30 ദിവസം ഓഫീസിൽ വരണം. ഓഫീസിൽ വരുന്ന ദിവസങ്ങളുടെ എണ്ണം കുറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് TA ഡേയ്സും കുറയും, ടിയുടെ എമൗണ്ടും കുറയും. ഓഫീസിൽ കുറച്ച് ദിവസം വന്നു, നമ്പർ ഓഫ് ഡേയ്സ് ഫുള്ളായിട്ട് പോയി, അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് അത് റെഡ്യൂസ് ചെയ്യപ്പെടും. പിന്നെ എന്താണ്? പിന്നെ വേറെ സന്ദർഭമുണ്ട്. അതെന്താ? ഈ ഓഫീസർ ട്രാൻസ്ഫർ ആയി പോയി. പോയാൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്ഫർ ആകുമ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജോയിനിങ് ടൈം എടുക്കാം, അല്ലേ? ജോയിൻ ടൈമിൻ്റെ കഥകളൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ജോയിൻ ടൈം എടുക്കാം. ഈ ഡ്യൂറിങ് ജോയിനിങ് ടൈം ഓഫീസർക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? PTA കിട്ടില്ല. ജോയിനിങ് ടൈമിൽ ശമ്പളം കിട്ടും, ജോയിനിങ് ടൈമിൽ DA കിട്ടും, ജോയിനിങ് ടൈമിൽ HRA കിട്ടും, STA കിട്ടും, മറ്റ് അലവൻസ് ഇല്ലാണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. എന്തുമാത്രം കിട്ടില്ല? ജോയിനിങ് ടൈമിൽ PTA കിട്ടില്ല. ലോജിക്കലി ആലോചിച്ച് നോക്കൂ, കൊടുക്കാൻ പറ്റില്ലല്ലോ. കാരണം ജോയിനിങ് ടൈം എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് അറ്റ് ദ ഓഫീസ്. അവിടെ ഇല്ല, ഓഫീസിലില്ല. ഹി ഹാസ് ഗിവൺ ഹിസ് ചാർജസ് ടു സംബഡി എൽസ്, അല്ലേ? ചാർജ് വേറെ ആർക്കോ കൊടുത്തു. ആൻഡ് ഹി ഈസ് ഡൂയിങ് ഹിസ് വർക്ക് ഫോർ ദാറ്റ് ടൈം. അപ്പോ PTA ആൾക്കല്ലേ കൊടുക്കേണ്ടത്? ജോലി എടുക്കുന്നത് മറ്റൊരാൾ, ഇയാൾക്ക് PTA കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ നോ, PTA ഈസ് നോട്ട്. എപ്പോഴൊക്കെയാ നോട്ട്? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. PTA ഈസ് നോട്ട് എലിജിബിൾ while the officer is away from his office and also while the officer is under joining time. ലീവിലാവുമ്പോഴോ ജോയിനിങ് ടൈമിലാകുമ്പോഴോ ഓഫീസ് പർപ്പസുമായി തന്നെ ബന്ധപ്പെട്ട് മറ്റെവിടെയെങ്കിലും ആവണമെങ്കിലോ ഈ 3 കണ്ടീഷൻസിലും എന്ത് ക്ലെയിം ചെയ്യാൻ പാടില്ല? PTA ക്ലെയിം ചെയ്യാൻ പാടില്ല. അതാണ്, ഇത്രയും കാര്യങ്ങളാണ് PTA കുറിച്ച് നമുക്ക് അറിയേണ്ടത്. PTA PCA എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു മേഖലയാണ്. കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കി നോക്കി വെക്കണം. PTA ആൻഡ് PCA. PTA പറഞ്ഞിട്ടുള്ളൂ. ഇനി ഇതേ ക്ലാസ് PCA കണ്ടിന്യൂ ചെയ്താൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോവും. അതുകൊണ്ട് ഇന്ന് ഈ PTA ക്ലാസ്സിൽ നിർത്തുക. ബാക്കി PCA നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.